ലോകത്തിലെ ഏറ്റവും പ്രയോജനകരമായ ഇടപാട് പ്രായമായവരോടൊപ്പം ഇരിക്കുക എന്നതാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് പകരമായി അവർ നിങ്ങൾക്ക് വർഷങ്ങളുടെ അനുഭവം നൽകുന്നു. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിരിക്കും. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയാൻ സാധിക്കില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയില്ല. അതാണ് ജീവിത യാഥാർത്ഥ്യം. ശ്രമം ഉപേക്ഷിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിത സമയങ്ങളിൽ നിങ്ങളിൽ വന്നു ചേരും. നിങ്ങളിലെ സർവ്വതും സഹിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത്. വളർത്ത് ഗുണവും വീട്ടിലെ സംസ്കാരവും വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. പഠനം കൊണ്ട് മാത്രം ആരും നല്ല വ്യക്തിയാവില്ല. ജീവിതം അങ്ങനെയാണ്. എല്ലാം ഉള്ളവൻ്റെ പുറകെ 1000 പേരുണ്ടാകും. ഒന്നുമില്ലാത്തവന് കൂട്ട് അവനും അവൻ്റെ കുറേ സങ്കടങ്ങളും പരാതികളും കഷ്ടപ്പാടും മാത്രം. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും. കാരണം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ഏറ്റവും മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിൽ ഉണ്ടായിരുന്നത് മികച്ചതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും തിരിഞ്ഞു നടക്കാനാവാത്ത ദൂരത്ത് നാം യാത്രയുടെ അന്തിമഘട്ടത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടാകും. എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാകുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. നിങ്ങളുടെ പ്രവൃത്തികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ കാര്യങ്ങൾ സമയമെടുക്കും. ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണ് എന്നതുപോലെ പ്രവർത്തിക്കുക. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണ് തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്നവരിലേക്കാണ്. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും. നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും. തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാളും മികച്ചതാവില്ല അവയൊന്നും. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനോ വേണ്ടി പരക്കം പായുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾക്ക് കടന്നു വരാനും കടന്നു പോകാനുമുള്ള അനുവാദം കൊടുക്കുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദനായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ചിന്തിക്കാതെ സംസാരിക്കരുത്. മനസ്സിലാക്കാതെ വിധിക്കരുത്. സത്യമറിയാതെ ഊഹിക്കരുത്. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു. നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക.
രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാവില്ല. നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മാത്രം. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാകണമെന്നില്ല. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലരും പലപ്പോഴും. ഒരു അർത്ഥത്തിൽ അതുതന്നെയാണ് പരാജയവും. കൂട്ടിന് ആരുമില്ലെന്ന് വിശ്വസിപ്പിക്കണം സ്വന്തം മനസ്സിനെ. ഒരുപക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൽ എന്ത് നേടിയാലും ഒരിക്കൽ അതെല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയും. പക്ഷെ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ചിലരുടെ ഓർമ്മകൾ. ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കരുത് എന്ന് മാത്രം. ചില കള്ളങ്ങൾ അങ്ങനെയാണ്. പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്ത് വയ്ക്കുകയും ചെയ്യും. പറയാൻ ഏറെ ഉണ്ടെങ്കിലും പലപ്പോഴും മൗനം തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ആർക്കും പരിഭവവുമില്ല, പരാതിയുമില്ല. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു കാര്യവുമില്ല. ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ്. നിലച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും. കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം. ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കൂ. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാൻ ആകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല. നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത്. അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത്. നഷ്ടങ്ങളിലേക്കല്ല, ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത്. തൻ്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാവും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ഇനി എത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈ കടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണെന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല.
നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പളുങ്കുപാത്രമാണ് നമ്മുടെ മനസ്സ്. അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവറ്റുകുട്ടയല്ല. സ്നേഹമൊരു വാക്കല്ല, അതൊരു അനുഭവമാണ്. മറ്റൊരാൾക്കും പ്രതിഫലം ഇല്ലാതെ നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. സുന്ദരമായി പറ്റിക്കപ്പെട്ടു എന്നറിയുമ്പോഴും പരിഭവങ്ങളില്ലാതെ പുഞ്ചിരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ വിജയം. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ചും വളരെ സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുന്ദരമായ വാതിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞു. പുതിയൊരു സ്വപ്നം കാണുന്നതിന്, മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിനോ പ്രായപരിധി ഇല്ലെന്ന് തിരിച്ചറിയുക. അലസമായ ഒരു ജീവിതമല്ല, ആസ്വദിച്ചിട്ടുള്ള ജീവിതമാകട്ടെ നമ്മുടേത്. മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവെച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമുക്ക് യാത്രയെ സുന്ദരമാക്കാം. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണും എന്നതിലല്ല, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ 3 കാര്യങ്ങൾ: സ്നേഹം, ബഹുമാനം, വിശ്വാസം. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു. എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. തെറ്റായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുന്നത് തന്നെയാണ്. നമ്മൾ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തുമാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. അവനവൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ്. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനം, ത്യാഗം, ആത്മവിശ്വാസം, നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ്. എല്ലാവരും ഒരു പ്രതിഭയാണ്. എന്നാൽ മത്സ്യത്തിന് മരത്തിൽ കയറാനുള്ള കഴിവ് ഉണ്ടാകണമെന്ന് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് മണ്ടനാണ് എന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല. മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല, മറിച്ച് അറിവ് എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ്. മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ. ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ്. എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നാം ആരുമല്ല. പക്ഷേ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും
എങ്ങനെ പ്രതികരിക്കണമെന്ന് നാമാണ് തീരുമാനിക്കേണ്ടത്.